എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചീരത്തോരനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ നല്ല മഴയാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഞങ്ങളുടെ ചീരമരമൊക്കെ നല്ല അടിപൊളിയായിട്ട് നനഞ്ഞ് കുളിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് തോരൻ വെക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം വേലിച്ചീര അല്ലെങ്കിൽ മൈസൂർ ചീര എന്നൊക്കെ പറയും, ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് 2 ദിവസമായിട്ട്. അപ്പോൾ അത് നമ്മളിതിൻ്റെ അറ്റം മാത്രം ഒന്ന് ഒടിച്ചെടുത്തിട്ട് തോരൻ വെക്കുവാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്കറിയാം ചീരയിൽ ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട്. ഇത് കഴിച്ചാൽ നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. പക്ഷേ ഇത് ഓവറായിട്ടങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ഈ പച്ചനിറം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത് തോരൻ വെക്കാൻ നോക്കാം. അതിന് വേണ്ടി ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം, വെളുത്തുള്ളി വേണം, പിന്നെ പച്ചമുളകും കൂടി വേണം. പച്ചമുളകും തേങ്ങയൊക്കെ നമ്മൾ എടുക്കുന്ന ചീരേൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എടുത്തോളൂ കേട്ടോ. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ നമ്മൾ ഒരു സവോളയും പിന്നെ ഈ തേങ്ങയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചെറിയുള്ളി നന്നായി മൂത്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവോളയും കൂടി ഇട്ട് കൊടുക്കുക. സവോളയും നന്നായിട്ട് വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ചിരിക്കണം. നന്നായിട്ട് സവോളയ്ക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന കഴിയുമ്പോഴാണ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ചീരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ഈ ചീലക്കറികൾ ഓവറായിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഇത് കാണാനും ഒരു എന്താ പറയുക, കാണുമ്പോൾ നമുക്ക് കഴിക്കാനും ഒരു പിന്നെ താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരും. അത് അടച്ച് വെച്ചൊന്നും കുക്ക് ചെയ്തരുത്, തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യുക. പിന്നെ നോക്കിയാൽ ചീരപ്പൂ എന്തൊരു ഭംഗിയാലേ, ചീരേൻ്റെ പൂവും കായ ഇതൊന്നും നമ്മൾ ഭക്ഷ്യയോഗ്യമല്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മളങ്ങനെ കറി വെച്ചൊന്നും അങ്ങനെ സാധാരണ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇലകൾ മാത്രമാണ്, അത് മൂത്ത ഇലകളല്ല. അതിൻ്റെ അറ്റ ഒടിച്ചൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും നമുക്ക് ഒരു ദിവസം എന്തായാലും വെക്കാനുള്ള പിന്നെ ചീര കിട്ടും. ഇതിപ്പോൾ നമ്മളെ ചീര അടുപ്പത്ത് വെച്ചു, അതിലേക്ക് നമ്മൾ ഇത് കണ്ടില്ലേ, അത് അടച്ചൊന്നും വെച്ച് കൊടുക്കാതെ തന്നെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരപ്പ് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി അതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുത്ത് ചീര ഇലകൾ കൊണ്ട് തന്നെ ഇതൊന്ന് ഈ അരപ്പിനെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പിന്നെ എന്താ പറയുക, തേങ്ങേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ആവി കയറി ആ തേങ്ങയും കൂടി ഒന്ന് വെന്ത് വരട്ടെ. അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ചെറിയ തീയിൽ മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. അടച്ച് വെച്ച് കുക്ക് ചെയ്യരുത്. അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ ചീരയിലയിലെ നല്ല ഗുണങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുക. ചൂടാകുമ്പോഴും നഷ്ടപ്പെടും, എന്നാലും അത് അടച്ച് വെച്ച് ഓവറായിട്ട് കുക്ക് ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി കൂടുതൽ നഷ്ടപ്പെടും. പിന്നെ ഇതിന് നമ്മുടെ ഈ വെളുത്തുള്ളീൻ്റെയൊക്കെ ഫ്ലേവർ എന്താ പറയുക, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇത് തന്നെ നമുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചീരയ്ക്ക്. ഇത് മറ്റുള്ള ചീരകളെ പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചീരയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് ഇപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഈ പച്ചമണമൊക്കെ മാറി തേങ്ങ ഒന്ന് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചീരയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ നമ്മുടെ തോരൻ അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ച കളർ ഒട്ടും തന്നെ നഷ്ടപ്പെട്ട് പോയിട്ടില്ല. അടച്ചൊന്നും വെച്ചിട്ടല്ല നമ്മൾ കുക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഇലക്കറികളുടെ ഗുണത്തിനൊപ്പം തന്നെ എന്താ പറയുക, കണ്ടാൽ നമുക്കത് കഴിക്കാനുള്ള ഒരു അട്രാക്ഷൻ കൂടി വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇതുപോലെയും തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഔഷധ ഗുണങ്ങളെല്ലാം ചീരയിൽ തന്നെ ഉണ്ടാവും. പിന്നെ എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ പിന്നെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക ചീരക്കറികളെല്ലാം. ഇത് ഒരു തണ്ട് നട്ടു കൊടുത്താൽ തന്നെ നമുക്ക് എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചീരക്കറി കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വേലി പോലെ നിറച്ച് നമുക്ക് വെറുതെ യാതൊരു വളവും ഇല്ലാതെ ഇഷ്ടം പോലെ വളർന്നു വരുന്നൊരു ചീരയാണ്. അപ്പോൾ എവിടെ വേണേ, ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ പോലും നമ്മളെ ചട്ടിയിൽ പോലും വളർത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അടിപൊളി ചീരത്തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്